നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരുന്നു. നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതിനെ നിങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങൾ എന്താണോ ഭാവനയിൽ കാണുന്നത് അത് നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ സ്വപ്നതുല്യമായ ഒരു ജീവിതത്തിലേക്ക് ഉണരുന്നതിനെക്കുറിച്ച് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഇപ്പോൾ നിങ്ങളുടേതാണ്. സ്നേഹനിധിയായ ഒരു പങ്കാളി, സംതൃപ്തി നൽകുന്ന ഒരു കരിയർ, സാമ്പത്തികമായ സമൃദ്ധി. നിങ്ങൾ സന്തോഷവാനും ആരോഗ്യവാനും സംതൃപ്തനുമാണ്. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ശക്തി. നിങ്ങളുടെ ചിന്തകളും ഊർജവും ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ. നാം എല്ലാവരും ഒരു പ്രപഞ്ച ഊർജ്ജമണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഉപയോഗിച്ച് ഈ മണ്ഡലത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുമുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് വ്യക്തമായി പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വ്യക്തമായ ഒരു സന്ദേശം അയക്കുന്നു, പ്രപഞ്ചം അതിനോട് പ്രതികരിക്കും. മാനിഫെസ്റ്റേഷന്റെ പൂർണ്ണമായ പ്രക്രിയ മനസ്സിലാക്കുന്നതിനായി റോക്സി നഫൂസി എഴുതിയ മാനിഫെസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ സഹായിക്കുന്ന 7 ഘട്ടങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. നിങ്ങളുടെ ആത്മമിത്രത്തെ ആകർഷിക്കാനോ, മികച്ച ജോലി നേടാനോ, ആഗ്രഹിച്ച വീട് വാങ്ങാനോ, അല്ലെങ്കിൽ കൂടുതൽ ആന്തരിക സമാധാനവും ആത്മവിശ്വാസവും കണ്ടെത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് മാനിഫെസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുസ്തകങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്ന ഞങ്ങളുടെ ദൗത്യത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും സാധിക്കും. പുസ്തകത്തിന്റെ ഗുണനിലവാരത്തിലും ഉള്ളടക്കത്തിലും ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്തതിനാൽ ഞങ്ങളുടെ വീഡിയോ ചിലപ്പോൾ അല്പം ദൈർഘ്യമേറിയതായേക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഘട്ടം 1. നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. ഏതൊരു മാനിഫെസ്റ്റിംഗ് യാത്രയുടെയും ആദ്യപടി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യക്തതയുണ്ടായിരിക്കുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അതിനാൽ മറ്റെന്തിനേക്കാളും മുമ്പായി പ്രപഞ്ചം നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നറിയുന്നതും അത് ദൃശ്യവൽക്കരിക്കുന്നതും മാനിഫെസ്റ്റിംഗിന് അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലൊരു അനുഭവം സൃഷ്ടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതുപോലെയാണ് നമ്മുടെ മസ്തിഷ്കം പ്രതികരിക്കുന്നത്. ദി സോഴ്സ് എന്ന പുസ്തകത്തിൽ ന്യൂറോ സയന്റിസ്റ്റ് ഡോക്ടർ താര സ്വാട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. പുറംലോകത്ത് ഒരു സംഭവം നേരിട്ട് അനുഭവിക്കുന്നതും അതേ സംഭവം ഭാവനയിൽ കാണുന്നതും തമ്മിൽ നമ്മുടെ തലച്ചോറിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ഫലപ്രദമാകുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ സമ്മർദ്ദത്തിലാണെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതുപോലെ നമ്മുടെ മസ്തിഷ്കം പ്രതികരിക്കും. നമ്മുടെ നാഡീവ്യൂഹം പോരാടാൻ തയ്യാറെടുക്കുകയും കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കും, ശ്വാസമെടുക്കൽ വേഗത്തിലാക്കും, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും. മനസ്സിൽ സമ്മർദ്ദകരമായ അവസ്ഥ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. നേരെ മറിച്ച്, നമ്മൾ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെത്തന്നെ സങ്കൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ശരീരത്തെ വിശ്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭൗതികമായ മാറ്റങ്ങൾ വരുത്തുന്നു. അതിനാൽ നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കാൻ അതിന് ശക്തിയുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പക്കലുണ്ടെന്ന് സങ്കൽപ്പിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഭൗതിക മാറ്റം സൃഷ്ടിക്കുന്നു. അത് നമ്മുടെ ഊർജ്ജപരമായ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ മാറ്റുകയും ആകർഷണ നിയമമനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തിനെ ആകർഷിക്കുന്നുവെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. ദൃശ്യവൽക്കരണം മറ്റൊരു രീതിയിലും മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പതിവായി ദൃശ്യവൽക്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറും പെരുമാറ്റ രീതികളും ചുറ്റുപാടുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളും ലക്ഷ്യത്തിനനുസരിച്ച് മാറാൻ തുടങ്ങുന്നു. ഇത് ലക്ഷ്യത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു, നമ്മുടെ വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ട പുതിയ അവസരങ്ങൾ തുറക്കുന്നു, കൂടാതെ ലക്ഷ്യത്തിന് ആവശ്യമില്ലാത്ത അനാവശ്യ വിവരങ്ങളെ ഫിൽട്ടർ ചെയ്ത് കളയുകയും ചെയ്യുന്നു. ഇതിനർത്ഥം നമ്മുടെ ആഗ്രഹിച്ച ഭാവിയിലേക്ക് നമ്മളെ നയിക്കാൻ, നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നാണ്. മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാങ്കേതികവിദ്യ കൂടിയാണ് ദൃശ്യവൽക്കരണം. എണ്ണമറ്റ സെലിബ്രിറ്റികളും കായിക താരങ്ങളും സിഇഒമാരും തങ്ങളുടെ വിജയത്തിന് കാരണം തങ്ങളുടെ ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും ദൃശ്യവൽക്കരിക്കുന്നതാണെന്ന് പറയുന്നു. 23 തവണ ലോക റെക്കോർഡ് തകർത്ത് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നീന്തൽ താരം മൈക്കൽ ഫെൽപ്സ് പറയുന്നത് തന്റെ എല്ലാ നീന്തലിനും തയ്യാറെടുക്കാൻ അദ്ദേഹം ദൃശ്യവൽക്കരണം ഉപയോഗിക്കുന്നുവെന്നാണ്. വിജയിക്കുന്നത് മാത്രമല്ല, കാര്യങ്ങൾ തെറ്റായി പോകുന്നതും ആരെയും വെല്ലുവിളിച്ച് തോൽപ്പിക്കുന്നതും അദ്ദേഹം ഭാവനയിൽ കാണുന്നു. ഈ രീതി എളുപ്പമുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കുകയും അതിനനുസരിച്ച് പരിശീലിക്കുകയും സ്ഥിരമായി മികച്ച ഫലങ്ങൾ നേടുകയും ചെയ്യുന്നതിലൂടെ ഓരോ നീന്തൽ മത്സരത്തിലും വിജയിക്കാൻ അദ്ദേഹം പൂർണ്ണമായി തയ്യാറെടുത്തിരുന്നു. എങ്കിലും ഫലപ്രദമായ ദൃശ്യവൽക്കരണത്തിന്റെ രഹസ്യം കിടക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മനസ്സിൽ കാണുന്നത് മാത്രം പോരാ എന്ന് മനസ്സിലാക്കുന്നതിലാണ്.
അവ യഥാർത്ഥത്തിൽ നേടിയെടുക്കുന്നത് ഫലപ്രദമായി സങ്കൽപ്പിക്കാൻ അവ നേടിയെടുക്കുമ്പോഴുള്ള വികാരത്തിൽ നിങ്ങൾ പൂർണ്ണമായും മുഴുകണം. ഓർക്കുക, നമുക്ക് എന്ത് അനുഭവപ്പെടുന്നുവോ അതിനെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് കാണാനും അത് ലഭിച്ചാലുള്ള വൈകാരിക അനുഭവം സൃഷ്ടിക്കാനും കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി മാറ്റാൻ കഴിയൂ. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്വപ്നഭവനം നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നും നിങ്ങൾ സങ്കൽപ്പിക്കണം. നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുമ്പോഴുള്ള ആ അനുഭവം എത്ര വേഗത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമോ അത്രയും എളുപ്പത്തിൽ അത് നമ്മളിലേക്ക് വരും. അതുപോലെ നിങ്ങളുടെ ആത്മമിത്രത്തെ കണ്ടെത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അനുയോജ്യനായ പങ്കാളിയെ സങ്കൽപ്പിക്കുക. ആ ബന്ധം നിങ്ങൾക്ക് എന്ത് അനുഭവം നൽകുമെന്ന് കാണുക. നിരുപാധികമായ സ്നേഹം, സുരക്ഷിതത്വം, ഊഷ്മളത, ഒരുമിച്ചൊരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നീ വികാരങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ? സംതൃപ്തി, സന്തോഷം, ആത്മവിശ്വാസം അല്ലെങ്കിൽ സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ വികസിപ്പിക്കുന്നതിന് നമ്മൾ ദൃശ്യവൽക്കരണം ഉപയോഗിക്കുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്സ് ഉയർത്തുന്നു. ഇത് ഉയർന്ന വൈബുള്ള കാര്യങ്ങളെ തിരികെ ആകർഷിക്കാൻ നമ്മളെ അനുവദിക്കുന്നു. അടുത്ത പടിയാണ് നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കുക എന്നത്. ഓൺലൈനിൽ തിരഞ്ഞാൽ വിഷൻ ബോർഡ് സൃഷ്ടിക്കാൻ പല വഴികൾ നിങ്ങൾ കണ്ടെത്തും. ഇത് ചെയ്യാൻ ശരിയായതോ തെറ്റായതോ ആയ മാർഗമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വിഷൻ ബോർഡ് സൃഷ്ടിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ദൃശ്യവൽക്കരിക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന് സൃഷ്ടിക്കുക. നിങ്ങൾക്ക് ഇതുപോലൊരു വിഷൻ ബോർഡ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. 1. അന്തരീക്ഷം ഒരുക്കുക. കുറച്ച് മെഴുകുതിരികൾ കത്തിക്കുക, ശാന്തമായ സംഗീതം കേൾക്കുക, സമാധാനം സൃഷ്ടിക്കുക, സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ വിഷൻ ബോർഡിംഗ് പരിശീലനത്തിൽ ഏർപ്പെടാനും അത് ആസ്വദിക്കാനും സമയം മാറ്റിവെക്കുക. 2. മാധ്യമം തിരഞ്ഞെടുക്കുക. ഒരു കാർഡോ വലിയ കടലാസോ എടുത്ത് വ്യത്യസ്ത നിറത്തിലുള്ള പേനകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ എഴുതണമെന്ന് തിരഞ്ഞെടുക്കുക. ബുള്ളറ്റ് പോയിന്റുകളായോ ഫ്ലോ ചാർട്ട് രൂപത്തിലോ എഴുതാം. നിങ്ങൾക്ക് ചിത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ സ്വന്തമായി വരയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന ഫോട്ടോകളോ വാക്കുകളോ മാഗസിനുകളിൽ നിന്നോ പത്രങ്ങളിൽ നിന്നോ മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഓർക്കുക, അത് ആസ്വദിക്കുക. 3. സമയപരിധി നിശ്ചയിക്കുക. ബോർഡിന്റെ മുകളിൽ നിങ്ങൾ അത് നേടാൻ ആഗ്രഹിക്കുന്ന കൃത്യമായ തീയതി എഴുതുക. നിങ്ങൾക്ക് 3 മാസം, 6 മാസം അല്ലെങ്കിൽ 1 വർഷമെന്ന സമയപരിധി തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ ആളുകൾക്ക് 1 വർഷത്തിനുള്ളിലോ 5 വർഷത്തിനുള്ളിലോ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനും സങ്കൽപ്പിക്കാനും പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് അല്പം ആശയക്കുഴപ്പം തോന്നുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നതും നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതുമായ മറ്റൊരു സമയപരിധി നിങ്ങൾക്ക് എപ്പോഴും തിരഞ്ഞെടുക്കാം. 4. ആ നിമിഷത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ ബോർഡിലേക്ക് കാര്യങ്ങൾ ചേർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ നിമിഷത്തിലാണെന്നും നിങ്ങളുടെ ഭാവിയുടെ ആ അനുഭവം ഇതിനകം തന്നെ യാഥാർത്ഥ്യമാക്കുകയാണെന്നും തീരുമാനിക്കുക. 1 നിമിഷം നിർത്തുക. ദീർഘമായി ശ്വാസമെടുക്കുക. ഇപ്പോൾ മുതൽ 6 മാസമോ 1 വർഷമോ 5 വർഷമോ കഴിഞ്ഞ് നിങ്ങൾ ആ നിമിഷം ജീവിക്കുന്നത് സങ്കൽപ്പിക്കുക. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം സൃഷ്ടിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്ക് ചുറ്റും എങ്ങനെയുള്ള ബന്ധങ്ങളാണുള്ളത്? ഏതുതരം വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങളുടെ തൊഴിൽ എന്താണ്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ അതേപടി തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കാൻ നിങ്ങളെ അനുവദിക്കുക. ഭയത്തെ നിങ്ങളുടെ ഭാവനയെ ഭരിക്കാൻ അനുവദിക്കരുത്. പകരം നിങ്ങൾ കൃത്യമായി എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകളെ കൊണ്ടുപോകുക. ആ നിമിഷത്തിലേക്ക് നിങ്ങൾ മുഴുകുമ്പോൾ നിങ്ങളുടെ ഭാവി യാഥാർത്ഥ്യമാകുന്നതിന്റെ ചിത്രം ദൃശ്യവൽക്കരിക്കുക. 5. നിങ്ങളുടെ വിഷൻ ബോർഡിനെ 6 വിഭാഗങ്ങളായി തിരിക്കുക. വ്യക്തിഗത വികസനം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ വികസനം. സ്നേഹം, പ്രണയം, കരിയർ, സുഹൃത്തുക്കളും കുടുംബവും, വീട്, അഭിനിവേശങ്ങളിലും അവധിക്കാലങ്ങളിലും പ്രവർത്തിക്കുക. 6. ജീവിതം രൂപകൽപ്പന ചെയ്യുക. ഓരോ വിഭാഗത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എഴുതുക. തുടർന്ന് അത് ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾ മുറിച്ചെടുത്ത ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ ചിത്രം, അവ നിങ്ങളുടെ വിഷൻ ബോർഡിൽ ഒട്ടിക്കുക. ഓരോ വിഭാഗത്തിനും കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും ചേർക്കാം. 7. അത് സുരക്ഷിതമായി വയ്ക്കുക. നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കിയ ശേഷം അത് സുരക്ഷിതമായ ഒരിടത്ത് വയ്ക്കുകയും ഇടയ്ക്കിടെ നോക്കുകയും ചെയ്യുക. മുകളിൽ എഴുതിയ തീയതിയിൽ തിരികെ പരിശോധിക്കാൻ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. ഘട്ടം 2. ഭയവും സംശയവും നീക്കം ചെയ്യുക. സ്വപ്നം കാണാൻ നമ്മൾ പൂർണ്ണ അനുവാദം നൽകുമ്പോൾ നമ്മുടെ ഭയത്തിനും സംശയത്തിനും ഒളിക്കാൻ ഇടമുണ്ടാകില്ല. അതിനാൽ ഇന്ന് ഈ രീതി പരീക്ഷിക്കുക. നിങ്ങളുടെ മുൻപത്തെ വിഷൻ ബോർഡ് ഭയത്താലും സംശയത്താലും പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ തിരികെ പോയി ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പുതിയ വിഷൻ ബോർഡ് സൃഷ്ടിക്കുക. വലുതായി സ്വപ്നം കാണുക, പിന്നോട്ടു പോകരുത്. ഇതിനായി ആദ്യം നിങ്ങളുടെ ഭയവും സംശയവും തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഭയങ്ങളും സംശയങ്ങളുമുണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ തുറന്ന മനസ്സുള്ളവരും നിങ്ങളോട് തന്നെ സത്യസന്ധരുമായിരിക്കണം. നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് തിരിച്ചറിയാൻ തുടങ്ങുക. നിങ്ങളിത് അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ഈ ലക്ഷ്യം നിങ്ങൾക്ക് സാധ്യമാണോ? ഇതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് അരക്ഷിതാവസ്ഥകളാണുള്ളത്? ഏത് വിശ്വാസങ്ങളാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം ചിന്തിക്കാൻ ഒരു നിമിഷമെടുക്കുക. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ അത് വ്യക്തമായി ദൃശ്യവൽക്കരിക്കുക. തുടർന്ന് അത് നേടിയെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് ഭയങ്ങളും സംശയങ്ങളുമാണ് ഉയർന്നു വരുന്നതെന്ന് തിരിച്ചറിയാൻ കുറച്ച് മിനിറ്റ് ചെലവഴിക്കുക. കഴിയുന്നത്ര ഭയങ്ങളും സംശയങ്ങളും തിരിച്ചറിയാൻ ശ്രമിക്കുകയും അവ എഴുതിവെക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എത്ര ശാന്തമാണെങ്കിലും അത് നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നതിൽ നിന്ന് തടയുന്നുവെങ്കിൽ അതിലേക്ക് വെളിച്ചം വീശുക. നിങ്ങളുടെ ചിന്തകൾ യുക്തിരഹിതമായി തോന്നിയാലും അവ എഴുതിവെക്കുക. നിങ്ങളുടെ ഭയത്തിന്റെയും സംശയത്തിന്റെയും എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കതിനെ മറികടക്കാൻ കഴിയൂ. നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞ ഭയങ്ങളെയും സംശയങ്ങളെയും നോക്കി അവയെ മനസ്സിലാക്കുക. ഈ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളും അരക്ഷിതാവസ്ഥകളുമാണ് നിങ്ങളുടെ മികച്ച ജീവിതം നയിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്. നിങ്ങൾ അവയെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാകുന്നുവോ അത്രത്തോളം അവയുടെ ശക്തി കുറയും. കാരണം ഏതൊരു സ്വയം വികസന യാത്രയുടെയും തുടക്കമാണ് അവബോധം. നിങ്ങളുടെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ അവ തിരുത്തുന്നതിനുള്ള പ്രക്രിയ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയും. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പരിശീലനം ആവർത്തിക്കുക. അല്ലെങ്കിൽ ചിന്തകളോ വിശ്വാസങ്ങളോ കാരണം നിങ്ങൾ കുടുങ്ങിപ്പോയതായി തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇതുപയോഗിക്കുക. നിങ്ങളുടെ ദൈനംദിന ചിന്തകളുടെ ഒരു ബോധപൂർണമായ നിരീക്ഷകനാകുക. നിങ്ങൾക്ക് അവയെ എത്ര വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് അവയെ ദുർബലപ്പെടുത്താനും വിജയത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങളെ ശക്തിപ്പെടുത്താനും കഴിയും. ഭയവും സംശയവും നീക്കം ചെയ്യുന്നതിൽ ഈ രണ്ട് രീതികൾ വളരെ ശക്തമാണ്. 1. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. ഓർക്കുക, ചിന്തകൾ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു. വ്യത്യസ്ത വികാരങ്ങൾക്ക് വ്യത്യസ്ത വൈബ്രേഷൻ ഫ്രീക്വൻസികളുണ്ട്. ഇതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈകാരികാവസ്ഥ മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ വൈകാരികാവസ്ഥ മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷനുകൾ മാറ്റാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷനുകൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുന്നു. അതിനാൽ ഉയർന്ന വൈബ് വികാരങ്ങളെ ആത്മവിശ്വാസം, ഉത്സാഹം, പ്രതീക്ഷ എന്നിവ പോലുള്ളവ ഉണർത്തുന്ന പോസിറ്റീവും ശക്തവുമായ ചിന്തകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമൃദ്ധി ആകർഷിക്കും. എന്നാൽ ഭയവും സംശയവും ഒരു എതിർ ശബ്ദമായോ ആന്തരിക വിമർശകനായോ തുടർച്ചയായി പ്രകടിപ്പിക്കാൻ അനുവദിച്ചാൽ അവ നിങ്ങളുടെ ആത്മാഭിമാനം കുറയ്ക്കുകയും കുറഞ്ഞ വൈബ് വികാരങ്ങളിലേക്ക് ഭയം, നാണക്കേട്, നിരാശ അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ളവ നയിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സമായി മാറും. 2. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾക്ക് ശരിക്കും ലഭിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് സംഭവിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ആദ്യം സങ്കൽപ്പിക്കുക. അതിനാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ഉപബോധ മനസ്സ് അത് മാനസികമായും വൈകാരികമായും അനുഭവിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇത് നമ്മുടെ വൈബ്രേഷനുകളെ സങ്കൽപ്പിച്ച ആഗ്രഹിച്ച അനുഭവമാക്കി മാറ്റുകയും നമ്മൾ അതിനെ ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം അത് വെളിപ്പെടും. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. ഘട്ടം 3. നിങ്ങളുടെ പെരുമാറ്റം ക്രമീകരിക്കുക. വിജയകരമായ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഇതിനായി 2 തരം പെരുമാറ്റ രീതികളുണ്ട്. ആദ്യത്തേത്, അതായത് പതിപ്പ് എ, നിങ്ങളെ അതിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് തടയുന്നു. രണ്ടാമത്തേത് പതിപ്പ് ബി, നിങ്ങളെ അവിടെ എത്താൻ പ്രേരിപ്പിക്കുന്നു. പതിപ്പ് എ, തിരസ്കരണത്തെക്കുറിച്ചുള്ള ഭയം പുതിയ കാര്യങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. തീരുമാനങ്ങളെടുക്കാനുള്ള നിങ്ങളുടെ ഭയം നിങ്ങളുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായത്ര നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. പരാജയഭയം നല്ല അവസരങ്ങൾ കാണുന്നതിൽ നിന്നും റിസ്ക് എടുക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നു. ഈ രീതിയിൽ പെരുമാറുന്നതിലൂടെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള സാധ്യതയില്ലാതെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ കുടുങ്ങിപ്പോകുന്നു. പതിപ്പ് ബി, നിങ്ങൾ കഴിയുന്നത്ര പുതിയ ഉപഭോക്താക്കളിലേക്കെത്തുന്നു. നിങ്ങൾ നിങ്ങളെത്തന്നെ കഴിയുന്നത്ര മാർക്കറ്റ് ചെയ്യുന്നു. ആവശ്യമുള്ളിടത്ത് കഴിവുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഉപദേശം ചോദിക്കുന്നു.
നിങ്ങളുടെ ജോലി വർദ്ധിപ്പിക്കുന്നതിന് ഒരു ടീം കെട്ടിപ്പടുക്കാൻ കഴിവുള്ള ആളുകളെ നിങ്ങൾ അന്വേഷിക്കുന്നു. സാധ്യമായ അവസരങ്ങളെ നിങ്ങൾ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾ വിപണിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഉൽപ്പന്നം കൊണ്ടുവരാനും സമയം, ഊർജ്ജം, പണം എന്നിവ നിക്ഷേപിക്കാനും വഴികൾ കണ്ടെത്തുന്നു. ബിസിനസ് വിജയകരമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും മികച്ചത് നിങ്ങൾ ചെയ്യുന്നു. ഈ പെരുമാറ്റം നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും. പതിപ്പ് ബി ഉള്ള വ്യക്തി തന്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുകയും പതിപ്പ് എ ഉള്ള വ്യക്തിയേക്കാൾ സന്തോഷവാനും ശുഭാപ്തി വിശ്വാസിയുമായിരിക്കുകയും ചെയ്യും. അതിനാൽ ആദ്യം നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുകയും ആവശ്യമായ പെരുമാറ്റങ്ങളും ശീലങ്ങളും സ്വീകരിക്കുകയും ചെയ്യുക. ഭാവിയിൽ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നതുപോലെ പെരുമാറാൻ പരിശീലിക്കുക. ഏറ്റവും ആദ്യം നിങ്ങളുടെ ഭാവിയെ സങ്കൽപ്പിക്കാൻ കുറച്ച് സമയമെടുക്കുക. ഈ ദൃശ്യവൽക്കരണ പരിശീലനത്തിൽ പൂർണ്ണമായും മുഴുകുക. നിങ്ങൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ഉള്ള ഒരാൾ. ഇത് കഴിയുന്നത്ര കൃത്യമായി അനുഭവപ്പെടാൻ അനുവദിക്കുക. നിലവിലെ ജോലിയിൽ നിങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക: അതിനായി നിങ്ങളിപ്പോൾ എങ്ങനെ പെരുമാറണം? സ്വയം സ്നേഹിക്കുന്ന, ശാക്തീകരിക്കപ്പെട്ട, ആകർഷകമായ ആ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ചെയ്യുന്ന 5 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ എങ്ങനെയാണെന്ന് ചിന്തിക്കുക. അങ്ങനെ ഈ നിമിഷം മുതൽ നിങ്ങളുടെ പെരുമാറ്റത്തെ നിങ്ങളുടെ ആ പതിപ്പുമായി യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ രീതിയിൽ പ്രപഞ്ചത്തോട് പ്രവർത്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് കാണിക്കുകയും ചെയ്യുക. അതിനുശേഷം പ്രപഞ്ചം സ്വയമേവ അത് നിങ്ങൾക്കായി യാഥാർത്ഥ്യമാക്കും. ഘട്ടം 4: പ്രപഞ്ചത്തിന്റെ പരീക്ഷണം വിജയിക്കുക. ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആകർഷിക്കാനും നിങ്ങൾക്ക് നല്ലതും ശക്തകട സന്തോഷകരവുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് കാണിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം ആ വിശ്വാസത്തെ പിന്തുടരണം. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് പ്രപഞ്ചത്തിനറിയാം. നിങ്ങൾക്ക് ഇതിലും മികച്ച എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൽകാത്തത്. പ്രപഞ്ചം എല്ലായ്പ്പോഴും നിങ്ങളുടെ നല്ലതിനാണ് ശ്രദ്ധിക്കുന്നതെന്ന് വിശ്വസിക്കുക. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതുകൊണ്ട് നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ വിഷമിക്കേണ്ട. അവർ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടവരല്ലെന്ന് അംഗീകരിക്കുക. നിങ്ങൾക്കായി ഇതിലും മികച്ച ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മാനിഫെസ്റ്റിംഗ് എന്നാൽ ചിലപ്പോൾ മോശം കാര്യങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക, നല്ലതിനായി കാത്തിരിക്കുക, ആ അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്നിവയാണ്. നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റ് യാത്രയിലാണെങ്കിൽ പരീക്ഷണങ്ങളെക്കുറിച്ചോ അവസരങ്ങളെക്കുറിച്ചോ ബോധവാന്മാരായിരിക്കുക. അവ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷനുകൾ കുറയ്ക്കാനും നിങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാനും അവയെ അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളെത്തന്നെ വിലമതിക്കുന്നുവെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തി വർദ്ധിപ്പിക്കാൻ അവയെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്കായി നിലകൊള്ളുക. നിങ്ങളുടെ ആഗ്രഹിച്ച ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളോട് അല്ല എന്ന് പറയുക. തിരസ്കരണം നേരിടുമ്പോൾ ശക്തമായി നിലകൊള്ളുക. എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിജയിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നു. എല്ലാത്തിനും നമ്മളെ വിലപ്പെട്ട എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയും. കാര്യങ്ങളെ തെറ്റായി പോകുന്നു അല്ലെങ്കിൽ ശരിയായി പോകുന്നു എന്ന് കാണുന്നതിനു പകരം എല്ലാത്തിനെയും പഠിക്കാനും വളരാനും വികസിക്കാനുമുള്ള അവസരമായി കാണുക. വെല്ലുവിളികളെ പഠിക്കാനും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കുന്നു. ഈ സുഖകരവും വഴക്കമുള്ളതുമായ വികാരം നിങ്ങളുടെ പ്രചോദനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ശക്തമായി നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഘട്ടം 5: നന്ദി പ്രകടിപ്പിക്കുക. വളരെ ഉയർന്ന വൈബ്രേഷൻ ഫ്രീക്വൻസിയുള്ള സന്തോഷത്തിന്റെ ഒരു വികാരമാണ് നന്ദി. നമ്മുടെ പക്കലുള്ള ഏറ്റവും ശക്തമായ വൈകാരിക ഉപകരണങ്ങളിലൊന്നാണ് നന്ദി. ഇത് എങ്ങനെ പരിശീലിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ കുറഞ്ഞ വൈബ് അനുഭവങ്ങളിൽ നിന്ന് തൽക്ഷണം കരകയറാനും നമ്മുടെ വൈകാരികാവസ്ഥ മാറ്റാനും നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനും നമുക്ക് കഴിയും. പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയെ മാറ്റാനും പൂർണ്ണമായും സ്വതന്ത്രമാക്കാനും. നിങ്ങൾക്ക് വിഷമം, നിരാശ, ദേഷ്യം, അസൂയ അല്ലെങ്കിൽ ഭയം എന്നിവ തോന്നുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് നന്ദിയിലേക്ക് തിരിയാം. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നിമിഷം നിർത്താനും കുറഞ്ഞ വൈബ് വികാരത്തിന് പകരം ഉയർന്ന വൈബ് വികാരം കണ്ടെത്താനും കഴിയും. നന്ദിക്ക് 3 വിഭാഗങ്ങളുണ്ട്. 1. നിങ്ങളോടുള്ള നന്ദി. എന്റെ ശക്തിക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ മനസ്സിന് ഞാൻ നന്ദിയുള്ളവനാണ്. എന്നിങ്ങനെ നിങ്ങളെത്തന്നെ അഭിനന്ദിക്കുന്ന വികാരങ്ങളാണിവ. 2. നിങ്ങളുടെ ജീവിതത്തോടുള്ള നന്ദി. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുകഴ്ത്തുന്നു. ഉദാഹരണത്തിന്, എന്റെ ജോലിക്ക് ഞാൻ നന്ദിയുള്ളവനാണ്.
എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. 3. ലോകത്തോടുള്ള നന്ദി. ഇതിൽ നമുക്കെല്ലാവർക്കും പൊതുവായ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, സൂര്യപ്രകാശത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ആളുകളുമായുള്ള നല്ല ബന്ധത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. യാത്ര ചെയ്യുന്നതിനും പുതിയ സംസ്കാരങ്ങൾ അനുഭവിക്കുന്നതിനും ഞാൻ നന്ദിയുള്ളവനാണ്. നന്ദി പരിശീലിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഈ 3 വിഭാഗങ്ങൾ ഉപയോഗിക്കാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭയം, സങ്കടം അല്ലെങ്കിൽ ദേഷ്യം എന്നിവയിൽ നിന്ന് മാറി നിങ്ങളോടോ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളോടോ നന്ദി തോന്നാൻ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടെത്തും. നന്ദിയുടെ ഈ 3 വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും നന്ദി തോന്നാൻ കഴിയുന്ന എന്തെങ്കിലും കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ ജീവിതത്തോട് നന്ദി തോന്നാൻ നിങ്ങൾ പാടുപെടുകയാണെങ്കിൽ സാർവത്രികമായ ഒന്നിനോട് നന്ദിയുള്ളവരായിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒന്നോർക്കുക, നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ എപ്പോഴും നന്ദി പറയാൻ എന്തെങ്കിലും ഉണ്ടാകും. ജേണലിംഗ് ഏറ്റവും മികച്ച സ്വയം വികസന ഉപകരണങ്ങളിലൊന്നാണ്. നന്ദി ജേണലിംഗ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ന്യൂറോളജിക്കൽ തലത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു. ഇത് ശക്തമായ ഒരു ആവിഷ്കാര വ്യായാമമാക്കി മാറ്റുന്നു. നന്ദി ജേണലിംഗ് പരിശീലിക്കാൻ 2 വഴികളുണ്ട്. രീതി 1. നന്ദി പട്ടിക. എല്ലാ രാത്രിയിലും അല്ലെങ്കിൽ എല്ലാ രാവിലെയും നിങ്ങൾ നന്ദിയുള്ള 15 കാര്യങ്ങൾ എഴുതുക. ഇതിനായി മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 നന്ദി വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ 5 ഇനങ്ങൾ വീതം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ നല്ല സ്വഭാവത്തിന് നിങ്ങൾ നന്ദിയുള്ളവനാണ്. തുടർന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ. കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ചെലവഴിച്ച സമയത്തിന് നിങ്ങൾ നന്ദിയുള്ളവനാണ്. ഒടുവിൽ ലോകത്തിൽ നിങ്ങൾ നന്ദിയുള്ള 5 കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ശുദ്ധജലം, നല്ല കാലാവസ്ഥ. രീതി 2. പോസിറ്റിവിറ്റി മാഗസിൻ. ഓരോ ദിവസത്തിന്റെയും അവസാനം നിങ്ങൾ ഉണർന്നതു മുതൽ ഉറങ്ങാൻ പോകുന്നതുവരെ നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളും എഴുതുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ എല്ലാ നല്ല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സൂര്യൻ തിളങ്ങുന്നുണ്ടായിരുന്നു, ഒരു അപരിചിതൻ നിങ്ങളെ കണ്ടു പുഞ്ചിരിച്ചു, ഒരു സുഹൃത്ത് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ചിരിപ്പിച്ച ഒരു മീം നിങ്ങൾ കണ്ടു. അവയെല്ലാം ഒന്നൊന്നായി എഴുതുക. പലപ്പോഴും ദിവസം കടന്നുപോകുന്നു, നമ്മൾ അനുഭവിച്ച മനോഹരമായ നിമിഷങ്ങൾ നമ്മൾ മറക്കുന്നു. അവയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവയെ അഭിനന്ദിക്കാനും കഴിയില്ല. അതിനാൽ പലപ്പോഴും ദിവസത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെ മോശം നിമിഷങ്ങൾ മറ്റ് നല്ല നിമിഷങ്ങൾക്കിടയിലും മുഴുവൻ ദിവസത്തെയും ഭയാനകമാക്കുന്നു. നമ്മൾ അനുഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഓർമ്മിക്കാനിരിക്കുമ്പോൾ ഓരോ ദിവസവും നന്ദി പറയാൻ ധാരാളം നല്ല നിമിഷങ്ങൾ നിറഞ്ഞതാണെന്ന് നമ്മൾ പെട്ടെന്ന് കാണുന്നു. എല്ലാ ദിവസവും നിങ്ങളുടെ പോസിറ്റിവിറ്റി ജേണലിംഗ് പൂർത്തിയാക്കുന്നതിൽ കൃത്യത പാലിച്ചാൽ നിങ്ങളുടെ മനസ്സ് സ്വയമേവ എല്ലാ ദിവസവും വരുന്ന മനോഹരമായ നിമിഷങ്ങളും അവസരങ്ങളും തിരയാൻ തുടങ്ങും. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾ പെട്ടെന്ന് തെരുവിലൂടെ നടക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുന്നത് കണ്ടെത്തിയേക്കാം, വൗ, എന്ത് മനോഹരമായ കെട്ടിടം. നിങ്ങൾ ഓരോ ദിവസവും ചിന്തിക്കാതെ കടന്നുപോയിരുന്ന അതിശയകരമായ വാസ്തുവിദ്യ ഒടുവിൽ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ പങ്കാളി കിടക്കയിൽ കൊണ്ടുവരുന്ന ആ ചായയോട് നിങ്ങൾക്ക് നല്ല വികാരങ്ങൾ തോന്നാൻ തുടങ്ങിയേക്കാം. അല്ലെങ്കിൽ ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് പുഞ്ചിരിക്കുന്നത് കാണുന്നതിലെ സന്തോഷം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയേക്കാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ മുമ്പത്തേക്കാളും കൂടുതലായി നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിലൂടെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രചോദനം വർദ്ധിപ്പിക്കും. ഒരിക്കൽ ഗ്രന്ഥകാരി ലണ്ടനിലെ സൈക്കിൾ എന്ന സ്റ്റുഡിയോയിൽ തന്റെ ആദ്യത്തെ സ്പിൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയി. സെഷൻ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. അവൾ വിയർക്കുന്നുണ്ടായിരുന്നു, ശ്വാസമെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അവളുടെ കാലുകൾ തളർന്നു ഭാരമുള്ളതായി. സൈക്ലിംഗ് പരിശീലനം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോച്ച് മൈക്രോഫോണിലൂടെ ക്ലാസ്സിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളിവിടെ നിർത്തേണ്ടതില്ല, മുന്നോട്ടു പോകുക, നിങ്ങൾക്ക് ഓട്ടം പൂർത്തിയാക്കണം. ഇത് കേട്ടപ്പോൾ എഴുത്തുകാരിയുടെ പ്രചോദനം കുറയാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവൾ ഓട്ടം പൂർത്തിയാക്കിയെങ്കിലും അതിനുശേഷം ആ നിമിഷം ഓർമ്മിക്കുന്നത് നല്ലതായി തോന്നിയില്ല. എനിക്കിന്ന് വർക്കൗട്ട് ചെയ്യണം, എനിക്ക് ജോലിക്ക് പോകണം, എനിക്കെന്റെ മാതാപിതാക്കളെ കാണണം, എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത്താഴം പാകം ചെയ്യണം എന്ന് നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഈ ഭാഷ ഉപയോഗിക്കുന്നതിനർത്ഥം നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ലെന്നും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതനാകുന്നു എന്നുമാണ്. ഇത് നമ്മളിൽ നിന്ന് നന്ദി തോന്നാനുള്ള അവസരം എടുത്തുകളയുന്നു. അതിനർത്ഥം തിരഞ്ഞെടുക്കാനുള്ള ശക്തി നമുക്കില്ല എന്നാണ്. നിങ്ങളത് ലളിതമായ ഭാഷയിലേക്ക് മാറ്റുകയും പകരം ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് വ്യായാമം ചെയ്യാൻ പോകുന്നു, ഞാൻ ഇന്ന് ജോലിക്ക് പോകാൻ പോകുന്നു, ഞാൻ എന്റെ മാതാപിതാക്കളെ കാണാൻ പോകുന്നു, ഞാൻ പഠിക്കാൻ പോകുന്നു, ഞാൻ കുട്ടികൾക്ക് അത്താഴം പാകം ചെയ്യാൻ പോകുന്നു, നിങ്ങൾ സ്വയമേവ സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലേക്ക് വരുന്നു. ഘട്ടം 6. നിങ്ങളുടെ അസൂയയെ പ്രചോദനമാക്കി മാറ്റുക. നിങ്ങളൊരു പഴയ സുഹൃത്തിനെ കാണുന്നുവെന്നും കോഫി കുടിക്കാൻ തീരുമാനിക്കുന്നുവെന്നും സങ്കൽപ്പിക്കുക. സ്കൂൾ വിട്ടതിനു ശേഷം അവൾ സ്വന്തമായി വളരെ വിജയകരമായ ഒരു ടെക് ബിസിനസ് ആരംഭിച്ചുവെന്നും അത് വിറ്റുവെന്നും അവൾ നിങ്ങളോട് പറയുന്നു. ആ ലാഭം കൊണ്ട് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ അവൾ ലോകം ചുറ്റിക്കറങ്ങുകയും അവളുടെ ആസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ വിവരത്തോട് പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായും വൈകാരികമായും മാനസികമായും എന്ത് തോന്നുന്നുവെന്ന് ശ്രദ്ധിക്കുക.
ഭയം, സങ്കടം, അതൃപ്തി, നിരാശ തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരാൻ തുടങ്ങിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു എന്ന് പതുക്കെ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ട് ആദ്യം നിങ്ങളുടെ അനുഭവം വ്യക്തമാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി സ്വയം സ്നേഹം, ദയ, നിങ്ങളെത്തന്നെ സുഖപ്പെടുത്താൻ സഹായിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസൂയയെ പ്രചോദനമാക്കി മാറ്റാൻ ശക്തമായ ഒരു ഉദ്ദേശ്യമുണ്ടാക്കുക. ഇതിനായി നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ചിന്ത തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന്, സ്വന്തം അഭിനിവേശം പിന്തുടരാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കരിയർ കെട്ടിപ്പടുത്ത ഒരാളെ കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാനും കണ്ടെത്തും. ആ രീതിയിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിന് പ്രചോദനം നൽകാൻ അവരുടെ വിജയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓർക്കുക, പ്രകോപനപരമായ തലക്കെട്ടുകൾ നൽകി മാധ്യമങ്ങൾ ആളുകളെ നിരന്തരം ഇകഴ്ത്തിക്കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ട്രോളിംഗും അസൂയയും വർദ്ധിപ്പിക്കുന്നു. ഇതുമൂലം അസൂയയോടെയുള്ള പെരുമാറ്റം ചെയ്യാൻ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നു. മറ്റുള്ളവരെ വിധിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഇത് നമുക്ക് സാധാരണമാക്കുന്നു. അസൂയ പ്രകടിപ്പിക്കാൻ ഇത് ആളുകളെ അനുവദിക്കുന്നു. പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും അപകടകരമായ ഒരു ചക്രമാണ്. അസൂയ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളത് പുറത്തെടുക്കാൻ തുടങ്ങണം. കാരണം നിങ്ങളിത് ഉടൻ ചെയ്തില്ലെങ്കിൽ അസൂയയുള്ള ഒരു ഗ്രൂപ്പിനെ കാണുമ്പോഴോ വാട്സാപ്പ് ചാറ്റ് കാണുമ്പോഴോ അത് വർദ്ധിക്കും. അത്തരം ഒരു കൂട്ടം സുഹൃത്തുക്കൾക്ക് മറ്റൊരു വ്യക്തിക്കെതിരെ ഒന്നിക്കാനും അവനെക്കുറിച്ച് നിഷേധാത്മകമായി സംസാരിക്കാനും സാധാരണയായി കൂടുതൽ സമയം വേണ്ടിവരില്ല. എന്നാൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം വളരെ താഴ്ന്ന വികാരമാണ്. ഇത് നിങ്ങളെ വൈകാരികമായി വേദനിപ്പിക്കുകയും സമയം പാഴാക്കുകയും മാത്രമല്ല, നമ്മുടെ ആവിഷ്കാരശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് തന്നെ പറയുക. പ്രചോദനം നൽകുന്ന ചിന്തകൾ കൊണ്ട് അതിനെ മാറ്റുക. ഒപ്പം അത്തരം വിഷലിപ്തമായ സംഭാഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. കാരണം മറ്റുള്ളവരെ ഇകഴ്ത്തുന്നത് താഴ്ന്ന വികാരമാണ്. ആളുകളെ ഉയരാൻ പ്രേരിപ്പിക്കുന്നത് ഉയർന്ന വൈബുകളാണ്. മറ്റാളുകളെ പിന്തുണയ്ക്കുക, അവരുടെ പുരോഗതിയിൽ അവരോടൊപ്പം നിൽക്കുക, അവരുടെ വിജയങ്ങൾ ആഘോഷിക്കുക, അവരെ സഹായിക്കുക, അവരെ പ്രചോദിപ്പിക്കുക. ഇത് നമ്മുടെ സ്വയം സ്നേഹവും ഉയർന്ന പോസിറ്റീവ് വൈബുകളും വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നില്ലെന്നും എന്നാൽ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുവെന്നും ഇത് പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുക്കുന്നു. ആ പ്രചോദനം നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കും. മറ്റുള്ളവരുടെ പുരോഗതിയിൽ സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്നേഹനിർഭരമായ മാന്ത്രിക ഊർജം പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. അസൂയയെ പ്രചോദനമാക്കി മാറ്റാൻ ഈ 4 ഘട്ടങ്ങൾ സ്വീകരിക്കുക. 1. അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നിങ്ങളുടെ അസൂയ അംഗീകരിക്കാൻ, അസൂയയുള്ള ചിന്തകൾ വരുമ്പോൾ അവയെ പിടികൂടാൻ നിങ്ങൾ അവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. 2. അസൂയയുമായി ബന്ധപ്പെട്ട നാണക്കേടും വിമർശനവും നീക്കം ചെയ്യുക. നിങ്ങളോടും മറ്റുള്ളവരോടും സ്നേഹം, ദയ, സഹായമനോഭാവം എന്നിവ ഉണ്ടായിരിക്കുക. 3. അതിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ മറ്റൊരു വ്യക്തിയെ വിധിക്കുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്താണ്? ഏത് ഭയമോ സംശയമോ ആണ് ഇതിനെ നയിക്കുന്നത്? എനിക്ക് വേണ്ട എന്ത് കാര്യമാണ് അവർക്കുള്ളത്? കൂടാതെ ആ കാരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. 4. അസൂയയെ പ്രചോദനമാക്കി മാറ്റുക. ഓരോ അവസരത്തിലും അസൂയയ്ക്ക് പകരം നിങ്ങളെ പ്രചോദിപ്പിക്കുകയും മുന്നോട്ടു പോകാൻ അവസരം നൽകുകയും ചെയ്യുന്ന ഒരു ചിന്ത കൊണ്ടുവരിക. ഘട്ടം 7. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടതെന്ന് ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം സ്നേഹം വളർത്തിയെടുത്തു, ഭയവും സംശയവും മറികടന്നു, പ്രപഞ്ചത്തിന്റെ പരീക്ഷണം വിജയിച്ചു, നിങ്ങളുടെ പെരുമാറ്റം ക്രമീകരിച്ചു, നന്ദി സ്വീകരിച്ചു, നിങ്ങളുടെ അസൂയയെ പ്രചോദനമാക്കി മാറ്റി. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസത്തെ അറിയുന്നതിന്റെ വികാരങ്ങളായി പരിഗണിക്കുക. അതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിലും അത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് സംശയമില്ലാതെ വിശ്വസിക്കുക. വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും ആത്യന്തികമായി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കും. മാനിഫെസ്റ്റിംഗ് എന്നത് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല. മാനിഫെസ്റ്റേഷൻ എന്നത് സമർപ്പണത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്നതും സങ്കല്പിക്കുന്നതും അതിലെത്തിച്ചേരാൻ സജീവമായി പ്രവർത്തിക്കുന്നതും ഒടുവിൽ നിങ്ങളെ അവിടെ എത്തിക്കുന്ന യാത്രയ്ക്കായി സ്വയം സമർപ്പിക്കുന്നതുമാണിത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സങ്കല്പിക്കുന്നത് ഗൂഗിൾ മാപ്സിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നൽകുന്നതുപോലെയാണ്. മാപ്പിനെ വിശ്വസിച്ച് നടക്കുക, നിങ്ങൾ അവിടെ എത്തും. ഇതിൽ ഏത് തിരിവുകൾ എടുക്കണം, ഏത് റോഡുകൾ ഒഴിവാക്കണം, ഏത് ഹൈവേയിലൂടെ നടക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ നിങ്ങൾ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അനുവദിക്കുന്നു. നിങ്ങൾ തെറ്റായ തിരിവെടുക്കുകയാണെങ്കിൽ തിരികെ ട്രാക്കിലെത്താൻ അത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ പ്രക്രിയയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, അതിനെ അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു. അതിനാൽ മാനിഫെസ്റ്റേഷന്റെ മാന്ത്രികതയ്ക്ക് കീഴടങ്ങാൻ നിങ്ങൾ അതുപോലെ അതിനെ വിശ്വസിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതായിരുന്നു മാനിഫെസ്റ്റ് എന്ന പുസ്തകത്തിന്റെ സംഗ്രഹം. പുസ്തകത്തിലെ 7 ഘട്ടങ്ങളും നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അവ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ കഴിയും.
ഘട്ടം 1. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യക്തതയുണ്ടായിരിക്കുക. ഘട്ടം 2. ഭയവും സംശയവും നീക്കം ചെയ്യുക. ഘട്ടം 3. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി നിങ്ങളുടെ പെരുമാറ്റം യോജിപ്പിക്കുക. ഘട്ടം 4. പ്രപഞ്ചത്തിന്റെ പരീക്ഷണം മറികടക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളത് അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ പെരുമാറ്റം ആ വിശ്വാസത്തെ പിന്തുടരണം. ഘട്ടം 5. നന്ദി പ്രകടിപ്പിക്കുക. ഘട്ടം 6. നിങ്ങളുടെ അസൂയയെ പ്രചോദനമാക്കി മാറ്റുക. ഘട്ടം 7. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. നന്ദി സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഈ പുസ്തകത്തിലെ 7 പാഠങ്ങളും പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആകർഷണ നിയമത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളുകളിൽ ഒരാളാണെങ്കിൽ കമന്റ് ചെയ്തുകൊണ്ട് എന്നെ അറിയിക്കുക. കൂടാതെ ആകർഷണ നിയമത്തിന്റെ സഹായത്തോടെ നിങ്ങൾ ഇതുവരെ നേടിയ കാര്യങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടുതൽ മികച്ച വീഡിയോകളുമായി ഉടൻ കാണാം. ഒരുപാട് നന്ദി.